നമസ്കാരം. മിനിഞ്ഞാന്ന് 10-ാം ഉദയ ദിനത്തിൽ ഇങ്ങ് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള ഒരു ആഡംബര കെട്ടിട സമുച്ചയത്തിന്റെ കയറി താമസമായിരുന്നു. തൊഴിലാളി വർഗ പാർട്ടിയെ നൂറ്റം കൊള്ളുന്ന, തൊഴിലാളികളെ കബളിപ്പിച്ച് തടിച്ചു കൊഴുത്തു വീർത്ത പിണറായി വിജയൻ അടക്കമുള്ള കുറെ കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് സുഖിച്ചു മതിക്കാൻ 135 കോടി രൂപ ചെലവിൽ പണിഞ്ഞ CPM-ന്റെ 9 നില ആസ്ഥാന മന്ദിരം, രണ്ടാം AKG സെന്റർ, മുണ്ടയിൽ തറവാട്ടിൽ നിന്ന് ഔദാര്യമായി കനിഞ്ഞു നൽകിയ പണം കൊണ്ട് പണിഞ്ഞതെന്ന പത്രാസോടെ CPM-ന്റെ കൈവശാവകാശക്കാരൻ പിണറായി വിജയൻ ആ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ഇതേക്കുറിച്ച് സഖാവ് G ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പാണിത്. ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി മാസികയുടെ ചീഫ് എഡിറ്ററുമായ ശക്തിധരൻ, നടക്കില്ലെന്നു കരുതിയ ഒരുപാട് കാര്യങ്ങൾ നടത്തിയവനാണ് ഞാൻ എന്ന തലക്കെട്ടിൽ എഴുതിയ കുറിപ്പാണിത്. ആ കുറിപ്പിലേക്ക്, അരപ്പട്ടണിക്കാരായ ആശാവർക്കർമാരുടെ കണ്ണീരൊപ്പാൻ മനസാക്ഷി കാണിക്കാത്ത ലക്ഷക്കണക്കിന് അഗതികൾക്കുള്ള ക്ഷേമ പെൻഷനുകളുടെ വർഷങ്ങളുടെ കുടിശ്ശിക ഭാഗികമായെങ്കിലും കൊടുത്ത് ആ പാവങ്ങളുടെ അരവയറിൻ്റെയെങ്കിലും വിശപ്പ് തെല്ലെങ്കിലും ആശ്വസിപ്പിക്കാൻ തോന്നാത്ത മുഖ്യമന്ത്രിയാണ് പാവങ്ങളുടെ പടത്തലവന്റെ ഓർമ്മകൾ സാക്ഷി നിർത്തി ഇന്നലെ നിസ്സങ്കോചം ഇങ്ങനെ പ്രഖ്യാപിച്ചത്. ആര് വിചാരിച്ചാലും നടക്കാത്ത, നടക്കില്ലെന്നു കരുതിയ ഒരുപാട് കാര്യങ്ങൾ നടത്തിയവനാണ് ഞാൻ. അമ്പമ്പോ, ആണ്ടി തന്നെ പറയുകയാണ് ആണ്ടി മഹാനെന്ന്. താൻ വലിയ അഭ്യാസിയും തല്ലുകാരനുമാണെന്ന് സ്വയം നടിക്കുന്ന ആണ്ടിയെ ശരണം എന്ന അടിമകൾ അപ്പോൾ ആർത്തു വിളിച്ചോ എന്നറിയില്ല. എന്തായാലും കൈക്കെത്തിയത് വായിക്കെത്താതെ പോയതിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ മുഖത്ത് മ്ലാനത ഉണ്ടായിരുന്നെങ്കിലും കനമുള്ള ആസനം താങ്ങുന്നതിൽ ആനന്ദം കൊള്ളുന്ന ബാലന് ഇന്നലത്തെ വേദിയിൽ നിൽക്കാനായതിൽ ചാരിതാർത്ഥ്യം ഏറെയായിരുന്നു. എല്ലാത്തിനും നന്ദി കാരണഭൂതനോട്. ഒരു രഹസ്യം പറയട്ടെ, TP ചന്ദ്രശേഖരനെ വെട്ടിയാൽ മതി, മുറിക്കണ്ടായിരുന്നു എന്ന് കുഞ്ഞനന്ദനോട് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതേ സ്ഥലത്ത് ഒന്നിനു പകരം 1, 2, 3 എന്ന 3 സൗധങ്ങൾ വേണമെങ്കിലും പടുത്തുയർത്താമായിരുന്നില്ലേ? 51ാമത്തെ വെട്ട് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ കഷണങ്ങളായ വിരിമാറിൽ KK രമ ഒരു വേള തലചായ്ക്കുന്നത് കാണേണ്ടി വരുമെന്നേ ഉള്ളല്ലോ. കാലയവനികയ്ക്കു പിന്നിലേക്ക് കാരണഭൂതൻ മറഞ്ഞാൽ ഇനി കെട്ടുന്നതിലൊരെണ്ണം പേരക്കുട്ടിക്ക് ഇഷ്ടദാനം കൊടുത്തേക്കണമെന്ന് അടിമകൾ തന്നെ പറയുമല്ലോ. എന്തായാലും അടിമകളുടെ വിയർപ്പിന്റെ മണം അതിലുണ്ടാകാനിടയില്ല. ഫാരിസ് അബൂബക്കറും അദാനിയും അംബാനിയും ഡസൻ കണക്കിന് പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉടമകളും കൂറ്റൻ തോട്ടമുടമകളും പടുകൂറ്റൻ കരാറുകാരൻ ചാനൽ പ്രഭൃതികളും കണ്ണെത്താ ദൂരം ദേശീയപാതയെ മെഴുകി മോടിയാക്കിയവരും കയ്യയച്ചു നൽകിയ മാസപ്പടിയും ശതകോടികളുമെല്ലാം തിരിച്ചു കിട്ടണമെന്നും വീണ വിജയന് അർഹതപ്പെട്ടതാണെന്നും അവകാശപ്പെട്ടാൽ അതിനെ ആർക്ക് തടയാൻ പറ്റും? അതുകൊണ്ടല്ലേ എക്സാലോജിക് എന്ന മാടക്കടയുടെ പേര് ഇപ്പോഴും AKG സ്മാരക ചുമരിൽ പതിച്ചു വച്ചിരിക്കുന്നത്. കാരണഭൂതൻ പെട്ടെന്ന് തട്ടിപ്പോയാൽ മറ്റാരും അവകാശം ചോദിച്ചു വരരുത്. അതാണ് അതിബുദ്ധി. EMS-ഉം ബസുവും നൃപനും ദശരഥ് ദേവും മണിക് സർക്കാരും VS-ഉം നയനാരും മറ്റും പടിയിറങ്ങിയതുപോലെയല്ലല്ലോ ആ മാടപ്പെട്ടികളിൽ രാജാക്കന്മാർ കൊടുത്ത പവിഴവും സ്വർണവും പവനും നിറച്ച് കാരണഭൂതൻ ഇറങ്ങുന്നത്. അതിൽ അഭിമാനം കൊള്ളുന്നവരല്ലേ അടിമസന്തതികൾ. എന്തിനാണ് ധർമ്മപുരാണത്തെ അനുസ്മരിക്കുന്ന ഭാഷയിൽ ഞാൻ എഴുതുന്നത് എന്ന് ചോദിക്കാം. ശരിയാണ് സുഹൃത്തെ, അതാണ് ഈ കാലത്തെ ഭാഷ. അതാണ് OV വിജയൻ പഠിപ്പിച്ചത്. കോവളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് രാത്രി വൈകി 11ഓടെ AKG സെന്ററിൽ തിരിച്ചെത്തിയ കാരണഭൂതൻ ഒരേ വലിപ്പമുള്ള 2 പാക്കറ്റുകളിൽ കൊണ്ടുവന്നതിൽ ഒരെണ്ണം സ്വന്തം ഫ്ളാറ്റിലേക്കും മറ്റൊരെണ്ണം ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിലും ഏൽപ്പിക്കുമ്പോൾ എങ്ങനെ സംശയിക്കാതിരിക്കും? ഹോട്ടലിന്റെ ഒരേ ചിത്രമുള്ള കവറുമായി നേതാവ് വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ കഥ അവിടെ അവസാനിക്കുകയാണ്. മറ്റേ കവർ ഏൽപ്പിച്ചിടത്തു നിന്ന് തിരിച്ചു വാങ്ങലുമില്ല. 10 ലക്ഷം കണ്ടാൽ മനസ്സ് പതറിപ്പോകുന്നവനാണെങ്കിൽ അവിടെ കുടുങ്ങും. പിന്നെ അടിമയായി എന്നും ഒപ്പം നിൽക്കേണ്ടി വരും. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചത്. 10 ലക്ഷം വാങ്ങിച്ചു വെച്ചവൻ അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറിയിൽ നിന്ന് രസീത് വാങ്ങിവെച്ചു. കണ്ണൂരിലെ ഉന്നത നേതാക്കൾ കോടികൾ ജില്ലാ ബാങ്കിന്റെ മിനി ലോറിയിൽ കടത്തി ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ഡ്രൈവർ സഖാവിനെ പ്രീണിപ്പിക്കാൻ പറയുന്ന പതിവ് സംസാരമുണ്ട്. നിനക്ക് പുരയൊന്നുമായിട്ടില്ലല്ലോ, വേണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചെടുത്തോ. എന്നാൽ അങ്ങനെ കണക്കിൽപ്പെടാത്ത സംഖ്യകളാണ് AKG സെന്റർ 2 ആയി മാറുന്നത്. EMS എഴുതാൻ കടലാസോ പേനയോ പെൻസിലോ വാങ്ങിയാൽ ആ ബില്ലുകൾ ഒരു ടിന്നിലിട്ട് കൂട്ടിവെച്ച ഓരോ മാസവും പാർട്ടി ഓഫീസിലെത്തിക്കും. അതൊരു ചിട്ടയാണ്. ആ പണമെണ്ണി EMS-നെത്തിക്കും. VS ലേഖനങ്ങൾക്കോ പുസ്തകങ്ങൾക്കോ റോയൽറ്റി കിട്ടിയാൽ കൃത്യമായി ആ ചെക്കോ ഡ്രാഫ്റ്റോ ഒരു കുറിപ്പോടെ AKG സെന്ററിൽ എത്തിക്കും. അതാണ് അവരുടെ ശീലം. എന്നാൽ പുതിയ തലമുറ അങ്ങനെയല്ല. തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കഥ പറയാം. ഞാൻ ദില്ലിയിലുള്ളപ്പോൾ മധ്യപ്രദേശിൽ ടെലികോം ജീവനക്കാരുടെ സംഘടന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ 1000 രൂപയുടെ ചെക്ക് അയച്ചു. ജോൺ ബ്രിട്ടാസാണ് ബേബിയുടെ ദശലക്ഷക്കണക്കിന് രൂപയുടെ ചെക്കുകൾ ഒപ്പിട്ട് സാധാരണ വാങ്ങാറുള്ളത്. സ്വരലയ എന്ന സ്ഥാപനത്തിന്റെ ഇടപാടുകൾ ഇരുവരും ചേർന്നാണ് നിർവഹിച്ചിരുന്നത്. ഈ ചെക്ക് ബാങ്കിലടച്ച് പണം കൈവശപ്പെടുത്തിയെങ്കിലും ബേബി പരിപാടിക്ക് പോകുകയോ വരാനാകില്ല എന്ന വിവരം അവരെ അറിയിക്കുകയോ ചെയ്തില്ല. അതേസമയം പണം സ്വീകരിക്കുകയും ചെയ്തു.
മധ്യപ്രദേശിൽ നിന്ന് പണം അയച്ചവർ ക്ഷുഭിതരായി ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിന് പരാതി അയച്ചതോടെ പണം കൈപ്പറ്റിയ നിഷ്കളങ്കനായ തപാൽ ഉദ്യോഗസ്ഥൻ പുറത്തായി. ആരും മനഃപൂർവ്വം ചെയ്തതല്ല, ഇത്ര ഗൗരവമേ അന്നതിൽ കണ്ടുള്ളൂ. ബേബിയും ബ്രിട്ടാസും ചേർന്നുള്ള അച്ചുതണ്ടിന്റെ പ്രവർത്തനമെന്നാൽ ജീവിതം അതൊരു അടിച്ചു പൊളിക്കലാണ്. സമ്പന്നതയുടെ പറുദീസ, മുന്തിരിച്ചാറ് പോലെ സൗന്ദര്യം ആസ്വദിക്കുക, അതാണ് ആ അച്ചുതണ്ടിൽ ഒരു ഭംഗവും വരുത്താത്തത്. ബേബിയുടെ രഹസ്യ സന്ദർശകരുടെ കാവലും ബ്രിട്ടാസാണ്. തിരുവനന്തപുരത്തു നിന്ന് മകനെ ചെന്നൈയിൽ മൃദംഗം പഠിക്കാൻ അയക്കുന്നത് പോലും വിമാനത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ അകക്കാമ്പ് ഊഹിക്കാമല്ലോ. എന്നാലും ഇന്നത്തെ പാർട്ടിയുടെ ഉപ്പാണ് ബേബി. പക്ഷേ കാരണഭൂതൻ ഇപ്പോൾ കാണിച്ചതുപോലെ നിന്ദിച്ചു കളയരുത്. ഇങ്ങനെ ഒരു ഉപദേശത്തോടെയാണ് ശക്തിധരൻ കുറിപ്പെഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. എത്രയൊക്കെ കണ്ടാലും കേട്ടാലും അനുഭവിച്ചാലും പഠിക്കാത്ത കുറേ അണികളാണ് ഇവരുടെയൊക്കെ രക്ഷ. പട്ടിണി കിടന്നും നേതാക്കളെ മൃഷ്ടാന്നം മൂട്ടുന്നതിൽ അഭിമാനം കൊള്ളുന്ന അണികൾ, ചത്തും കൊന്നും ജീവിതവും കുടുംബവും തുലച്ചിട്ട് നേതാക്കൾക്ക് വേണ്ടി ചാവേറാകുന്നതിൽ ഊറ്റം കൊള്ളുന്ന അണികൾ. പക്ഷേ ഇതിനൊരു അവസാനമുണ്ടാകും. അന്ന് കണക്കുകൾ പലതും പറയേണ്ടി വരും.